IPL ഫൈനലിൽ അമ്പയറാകാൻ കഴിഞ്ഞത് ഭാഗ്യമെന്ന് KN അനന്തപത്മനാഭൻ. ക്രിക്കറ്റിൽ ഏറ്റവും നന്നായി റിവ്യൂ എടുക്കുന്നത് ധോണിയാണ്. സഞ്ജുവും KL രാഹുലും റിവ്യൂ എടുക്കുന്നവരിൽ മികച്ചവരാണ്. അമ്പയറാകാൻ ക്രിക്കറ്റ് കളിക്കാരനാകണമെന്നില്ല, ആർക്കും അമ്പയറാകാമെന്നും KN അനന്തപത്മനാഭൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ക്രിക്കറ്റിൽ ഒരു ബാറ്ററേക്കാളും ബൗളറേക്കാളും ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ക്ഷമയും വേണ്ടത് ഒരു അമ്പയർക്കാണ്. നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് KN അനന്തപത്മനാഭൻ. വെൽക്കം സാർ. സാർ, ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ കോൺസെൻട്രേഷൻ്റെയും അതുപോലെ ക്ഷമയുടെയും കാര്യം പറഞ്ഞു. ഒരു അമ്പയർ ആവുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? എന്നാൽ ഒരു മാച്ചിൽ പല കാര്യങ്ങൾ ആദ്യം നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ഉള്ളത് മാച്ച് ആരൊക്കെയാണ് കളിക്കുന്നത്, എന്തൊക്കെ ഡിസിഷൻസാണ് വരാൻ സാധ്യതയുള്ളത്. കളിക്കാരാണ് ഇതിൽ ഏറ്റവും നമ്പർ 1 സ്റ്റേക്ക് ഹോൾഡേഴ്സ്. കാരണം അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളുള്ളത്. സോ അത് എത്ര നമുക്ക് വളരെ സ്മൂത്തായിട്ട് കളി കൊണ്ടുപോകാൻ പറ്റും, കളിയുടെ സമയങ്ങൾ എങ്ങനെയൊക്കെയാണ്, നമ്മൾ എങ്ങനെയാണ് ഈ കളി സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പോൾ IPL ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ക്രിക്കറ്റ് ലീഗാണ്. അതിൻ്റെ ഫൈനലിൽ നിയന്ത്രിക്കാൻ പറ്റുക പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പോൾ ഫൈനലിലേക്ക് ഉള്ള സാറാണ് അമ്പയർ എന്ന് അറിഞ്ഞപ്പോൾ ഒരു ഫീലിംഗ് എന്തായിരുന്നു? വളരെ സന്തോഷമുണ്ട്. പറഞ്ഞപ്പോൾ ഞാൻ 20 കൊല്ലമായിട്ട് ഞാൻ അമ്പയർ ചെയ്യുന്നുണ്ട്. അതിലിപ്പം IPL ഒരു 10 കൊല്ലമായിട്ട് IPLൻ്റെ ഫോർത്ത് അമ്പയറായിട്ടും, അങ്ങനെ ഇതിൽ 10-12 കൊല്ലമായിട്ട് ഞാൻ IPLൻ്റെ ഭാഗമാണ്. സോ ഇനി ഒരു അമ്പയറിൻ്റെ ഒരു ഡ്രീമാണ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൽ ചെയ്യാൻ പറ്റുക, അതും ഫീൽഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ഡ്രീം തന്നെയാണ്. അപ്പോൾ ഈ നമ്മൾ ഫൈനലിൻ്റെ കാര്യം പറയുമ്പോൾ അതിലെടുത്ത് പറയേണ്ടത് വിരാട് കോഹ്ലിയുടെ ഒരു ക്യാച്ച്, ഗില്ലെടുത്തൊരു ക്യാച്ചും അതിനെ തുടർന്നുണ്ടായ ബാക്കി താരമ്പേരിലേക്ക് പോയി നോട്ട് ഔട്ട് ആയതൊക്കെയാണ്. അപ്പം ഓൺ ഫീൽഡിൽ നിൽക്കുമ്പോൾ അതെങ്ങനെയായിരുന്നു? ഒരു ഔട്ടായിട്ടാണോ ഫീൽ ചെയ്തത്? എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു? ഇപ്പോൾ നമ്മൾ നോർമലി നമ്മൾ ഫീൽഡിൽ എടുക്കുന്ന ഡിസിഷൻ ആണെങ്കിൽ നമുക്ക് അത് ടെൻഷൻ വരാറുള്ളൂ. ഇതിപ്പം ക്യാച്ച് പിടിക്കുമ്പോൾ തന്നെ നമ്മൾ തേർഡ് അമ്പയറിന് അയച്ചു കൊടുക്കുകയാണ്. ടെൻഷൻ മൊത്തവും തേർഡ് അമ്പയർക്കായിരുന്നു. പക്ഷേ അത് TV റീപ്ലേയിൽ വരുന്ന സമയത്ത് റീപ്ലേയിൽ അത് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ബോളിൻ്റെ ഒരു ഭാഗം വിരൽ തുമ്പിൽ നിന്ന് പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ട്, ആ ഭാഗം തറയിൽ തട്ടുന്നതായിട്ടുള്ള ഇത് കാണുന്നുണ്ട്. സോ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ കളി ഓൾമോസ്റ്റ് തീരുന്ന ഒരു സ്റ്റേജിലും കൂടെ ആയിരുന്നു. ഒരു 10 റൺസോ 12 റൺസോ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് വിരാട് കോഹ്ലിയുടെ ഒരു ക്യാച്ച് ആകുമ്പം ഓബിയസ്ലി പ്രേക്ഷകർക്കും എല്ലാവർക്കും കാണികൾക്കും എല്ലാവർക്കും തന്നെ ഒരു ഉത്സാഹം വരുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ സീസണിലെ IPLനെ പറ്റി പറയുമ്പോൾ എന്തായാലും വൈഭവിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. സൂര്യവംശിയെ നേരിട്ട് കണ്ട ഒരാളെന്ന നിലയിൽ അയാളുടെ ഒരു ബാറ്റിങ്ങും എങ്ങനെയാണ് തോന്നുന്നത്? 15 വയസ്സുകാരൻ്റെ ഒരു കളിയല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും ചർച്ച വരുന്നതും സച്ചിനായിട്ടുള്ള ഒരു കമ്പാരിസനാണ് പല ആൾക്കാരും കൊണ്ടുവരുന്നത്. സോ സച്ചിൻ വന്ന സമയത്തുള്ള ബാറ്റിംഗ് അന്ന് കുറച്ചും കൂടി ടെക്നിക്കലി കറക്റ്റും ഒരു ടെസ്റ്റ് മാച്ചിന് വളരെ പൊരുത്തപ്പെടുന്ന ഒരാളായിട്ടാണ് സച്ചിൻ വന്നിരുന്നത്. പക്ഷേ സൂര്യവംശിയുടെ ടോട്ടലി ഡിഫറെൻറ്റ് ബാറ്റിംഗ് ആണ്. നമ്മൾ ഒരു 15-16 ബോൾ കളിച്ച് കഴിഞ്ഞാൽ 50 റൺ അടിക്കുക, അല്ലെങ്കിൽ 30 ബോൾ കളിച്ച് കഴിഞ്ഞാൽ സെഞ്ചുറി അടിക്കുക, അതും കൺസിസ്റ്റൻ്റായിട്ട് അത് സ്കോർ ചെയ്യാൻ പറ്റുക. ബാറ്റ് സ്വിങ്ങും ആ ടൈമിങ്ങും എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ ലോക നിലവാരത്തുള്ള ഏറ്റവും ടോപ്പ് ബോളേഴ്സിനെയാണ് അങ്ങനെ അടിക്കുന്നത്. പറഞ്ഞാൽ ബുംറ ആവട്ടെ, പാറ്റ് കമ്മിൻസ് ആവട്ടെ, റബാഡ ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സിറാജ്, ഒരു ബോളറിനെ വിട്ടിട്ടില്ല. ഫസ്റ്റ് ഫുൾ സീസൺ ഇതാണ്. ഇതിൽ ഇത്രയും സ്കോർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. ധോണി റിവ്യൂ സിസ്റ്റം എന്നൊക്കെ DRSനെ പറയാറുണ്ട്. അപ്പം ധോണിയാണ് ഇപ്പോൾ കീപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ താങ്കൾ നിന്നിട്ടുണ്ടാവും IPLൽ ധോണിക്ക്, ചെന്നൈക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടാറുണ്ടോ ധോണിയാണ് കീപ്പർ? നമുക്കിപ്പോൾ ധോണി വെറുതെ അപ്പീൽ ചെയ്യില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ക്ലൂസ് കിട്ടാനുള്ള സാധ്യതയാണ്. കാരണം ധോണിയുടെ റിയാക്ഷൻ വെച്ചിട്ട് അപ്പോൾ അയാൾ വെറുതെ അപ്പീൽ ചെയ്യാറില്ല. ബോൾ പൊക്കിയിടുകയാണെങ്കിലുണ്ട് ഔട്ടാണ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ചെറിയൊരു, നമ്മൾ ഫുള്ളായിട്ട് പോയില്ലെങ്കിൽ നമുക്കൊരു പരിധി വരെ നമുക്ക് അതിലോട്ട് വിശ്വസിക്കാം. കാരണം ധോണി ബോൾ ക്യാച്ച് ചെയ്തിട്ട് ബോൾ മുകളിലോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് 99% അത് ഔട്ട് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും തട്ടിയിട്ടെങ്കിലും ഉണ്ടാവും. സോ അങ്ങനത്തെ ഒരു ക്ലൂസ് പല ബാറ്റ്സ്മാൻ ആണെങ്കിലും ഇപ്പോൾ ബോളറാണെങ്കിലും, അത് ബോളേഴ്സും ചില ബോളേഴ്സ് അങ്ങനത്തെ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെ പല പ്ലേയേഴ്സ് ഉണ്ട്. നമ്മൾ അതിൻ്റെ ക്ലൂസ് നോക്കാറുണ്ട്, നോക്കിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇപ്പോൾ അതുപോലെ KL രാഹുലിനെ പറ്റി അതിനെ കേട്ടിട്ടുണ്ട്. പുള്ളി ഭയങ്കര ആക്യുറേറ്റ് ആണ് ഈ ഒരു DRS സിസ്റ്റത്തിൽ നിന്ന്. അങ്ങനെ താങ്കൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ സഞ്ജുവും എൻ്റെ ഇതിൽ സഞ്ജുവും വളരെ കീപ്പർ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കീപ്പേഴ്സാണ്. അപ്പോൾ ഇവർക്ക് ഒരുവിധ ഐഡിയ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർക്കത് ലെഗ് സ്റ്റമ്പിൻ്റെ പുറമെ പിച്ച് ചെയ്തിട്ടുള്ളതാണോ, ഇത് കുറച്ച് ഹൈറ്റ് ഉണ്ടോ എന്നുള്ളത് അവർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ധോണിയാണെങ്കിൽ ധോണി കീപ്പറാണ്. സോ നോർമലി ബോളർ വന്നിട്ട് കുറച്ചും കൂടെ ഇമോഷണൽ ആയിരിക്കും. കാരണം അയാളുടെ വിക്കറ്റാണ്. അപ്പോൾ അയാൾക്ക് എപ്പോഴും അത് ഔട്ടാണെന്നുള്ളൊരു തോന്നലായിരിക്കും. പിന്നെയുള്ള ഏറ്റവും ബെസ്റ്റ് സീറ്റിൽ നിൽക്കുന്ന ആൾ അമ്പയർ അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ കീപ്പറാണ്. കീപ്പർ വിത്തൗട്ട് എനി ഇമോഷൻസ് ഒന്നുമില്ല, ടീമിന് ഏതാണോ വേണം അങ്ങനെ നോക്കുന്നത്. അപ്പോൾ മിക്കവാറുള്ള ടീമിൽ കീപ്പർമാർ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്യും.
സോ അതിൽ ഇപ്പം KL രാഹുലും നല്ലതാണ്, സഞ്ജുവും നല്ല പല കീപ്പേഴ്സും വളരെ നല്ല ഒരു ഇതാണ്. അപ്പം ചില സമയത്ത് ഇപ്പം ഋഷഭ് പന്തിനും ആക്ച്വലി അതുകൊണ്ട്, പക്ഷേ പല സമയത്ത് പുള്ളിക്കാരൻ ഈ ബോളർ ഇങ്ങനെ പറയുമ്പോൾ ആ ഇമോഷനിൽ പുള്ളിക്കാരൻ വീണു പോകും. ഇപ്പം സഞ്ജുവിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ സഞ്ജുവിൻ്റെ ഒരു വളർച്ച ഒരു ആസ് എ മലയാളി എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ഇപ്പോൾ സഞ്ജുവിൻ്റെ വളർച്ച നിങ്ങൾ നേരിട്ട് കണ്ട്, ഇപ്പോൾ നമ്മൾ നേരിട്ട് കാണുക എന്ന് പറയുമ്പോൾ ഒരു അമ്പയറായി നിന്ന് കാണുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ആസ് എ പ്ലെയർ, ആസ് എ പേഴ്സൺ ആ ഒരു വളർച്ച എങ്ങനെ കാണും? സഞ്ജുയുടെ ആദ്യത്തെ ഒരു 10 കൊല്ലം എന്ന് പറഞ്ഞാൽ അപ്സ് ആൻഡ് ഡൗൺസും കൂടുതൽ ഡൗൺസും ഇടയ്ക്കൊരു മാച്ച് കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ്. ആ സിറ്റുവേഷനിൽ പോകുന്നത്. ഇപ്പം ഞാൻ ഞാൻ ഇൻ്റർനാഷണൽ മാച്ച് ഒന്നുപോലും കളിച്ചിട്ടില്ല. പക്ഷേ ഇൻ്റർനാഷണൽ മാച്ച് കളിച്ച് കഴിഞ്ഞാൽ പോലും നമുക്കൊരു റണ്ണ് കിട്ടിയില്ലെങ്കിൽ, നമുക്കിപ്പോൾ ഒരു തുടർച്ചയായിട്ട് 1-2 കൊല്ലം കളിക്കാൻ കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാവും, അതിൻ്റെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ള മനസ്സിലാക്കാനുള്ള എനിക്കൊരു കഴിവുണ്ട്. മീൻസ് അറ്റ്ലീസ്റ്റ് എനിക്ക് ആ ഒരു അനുഭവമുണ്ട്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട്. പുള്ളിക്കാരൻ ആക്ച്വലി 2014-15 എനിക്ക് തോന്നുന്നു ആദ്യം ഇന്ത്യൻ ടീമിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2025 വരെ പുള്ളിക്കാരൻ നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്കൊരു പരമ്പര കളിക്കും. ഇപ്പോൾ കഴിഞ്ഞ ലോകകപ്പിൽ ഉണ്ടെങ്കിൽ ഒരു മാച്ച് കളിക്കാൻ കിട്ടിയില്ല. ഈ ലോകകപ്പിൽ ആദ്യത്തെ ഫസ്റ്റ് ലൈനിൽ പുള്ളിക്കാരൻ ഇല്ല. പിന്നെ 2 ലെഫ്റ്റ് ഹാൻഡർ വേണ്ട, അവർ ഫെയിൽ ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു റൈറ്റ് ഹാൻഡർ ഒരു ലെഫ്റ്റ് ഹാൻഡർ വേണം. അങ്ങനെയാണ് പുള്ളിക്കാരന് ഒരു അവസരം കിട്ടുക. അപ്പോൾ ആ 3 മാച്ചും പുള്ളിക്കാരൻ്റെ ബാറ്റിംഗ് അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ആസ് എ ക്രിക്കറ്റർ എന്നുള്ള സ്റ്റേച്ചറിനെ മൊത്തം അങ്ങ് മാറ്റി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇതിൽ ഒരു 97, ഒരു 89, 90 3 മാച്ചും എന്ന് പറഞ്ഞാൽ അത് ലാസ്റ്റ് വെസ്റ്റ് ഇൻഡീസ് ആയിട്ടുള്ള മാച്ച് ആക്ച്വലി വെർച്വലി ഒരു ക്വാർട്ടർ ഫൈനൽ തന്നെയായിരുന്നു. അപ്പോൾ അതിൽ അതെ അങ്ങനെ ഒരു 3 മാച്ച് തുടർച്ചയായിട്ട് മാൻ ഓഫ് ദ ടൂർണമെൻറ്റ് കിട്ടുക, അതിൽ കോൺഫിഡൻസ് സ്കൈ റോക്കറ്റ് ചെയ്ത് കാണണം ഉറപ്പ് ആർക്കാണെങ്കിലും. അപ്പോൾ അത് കഴിഞ്ഞിട്ടിപ്പം ചെന്നൈ സൂപ്പർ കിങ്സിൽ വന്നു കഴിഞ്ഞാൽ സഞ്ജു കളിച്ച ജയിക്കും, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുവന്നു. ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ ക്യാപ്റ്റൻസിക്ക് വരെ ചർച്ച ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ്. എന്ന് പറഞ്ഞാൽ സൂര്യകുമാർ യാദവിൻ്റെ ഫോം ഡൗൺ ആണ്. സഞ്ജു ആണെങ്കിൽ ബാലൻസ്ഡ് ഒരു പേഴ്സണാണ്. സോ അങ്ങനത്തെ ഒരു ഇതിൽ തീർച്ചയായിട്ടും ഗ്രോത്ത് നമുക്ക് ലാസ്റ്റ് ഒരു 1 ഇയറിൽ, അതിൻ്റെ മുമ്പിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് 1 ഇയർ മാത്രമല്ല, നമ്മൾ അതിൻ്റെ തൊട്ട് മുമ്പിൽ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് കളിച്ചിരുന്നപ്പോഴും 1 ഡേ മാച്ചിൽ 100 ഉണ്ടായിരുന്നു, 2 T20 സെഞ്ചുറി ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് നിർഭാഗ്യം കൊണ്ട് ഇംഗ്ലണ്ടായിട്ടുള്ള T20 പരമ്പര ഇന്ത്യയിൽ കളിക്കുമ്പോൾ 5 ഇന്നിങ്സിൽ സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വീണ്ടും ടീമിൽ നിന്ന് പുറത്തുപോയി. സോ അതെ, അപ്പോൾ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പം നല്ലൊരു റണ്ണ് കിട്ടുന്ന ഒരു ഇതിലാണ് ക്യാപ്റ്റൻസിയുടെ കുറച്ചും കൂടെ നല്ല സ്പേസിലാണ് ഞാൻ കാണുന്നത്. ഒരു അമ്പയർ ആവാൻ ആർക്കൊക്കെ ആവാം, അല്ലെങ്കിൽ എങ്ങനെയാണ് അമ്പയർ ആവേണ്ടത്? ഞാൻ വളരെ പറഞ്ഞാൽ ഇത് നല്ലൊരു ചോദ്യമാണ്. കാണുന്ന എല്ലാവർക്കും തന്നെ ഇത് ഗുണം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. പറഞ്ഞാൽ മെയിനായിട്ട് ഞാനിത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മെയ് 22 ഇവിടെ ഒരു സെമിനാർ അവർ കണ്ടക്ട് ചെയ്തു. TDCയുടെ സെമിനാർ അമ്പയർമാരെ പുതിയതായിട്ട് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നിട്ട്, അപ്പോൾ അതിലൊരു 50 പേരോളം ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് 2 ദിവസത്തിൻ്റെ സെമിനാറായിരുന്നു. അപ്പോൾ അതിലൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടിരുന്നുള്ളൂ. പല ആൾക്കാർക്കും വിചാരിച്ചുകൊണ്ടിരിക്കണം കളിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആവാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ധാരണ പല ആൾക്കാരും പറയുന്നുണ്ട്. അതും ആൺപിള്ളേർക്ക് മാത്രമുള്ള ഒരു ജോലിയാണെന്നുള്ള ഒരു ധാരണയും കൂടെയുണ്ട്. അല്ല, പെൺപിള്ളേർക്കും ആവാം. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ കളിച്ചിരിക്കണമെന്ന് ഇതില്ല. പിന്നെ വെയിലിൽ നിൽക്കാൻ പറ്റണം, ഫിറ്റ്നസ് ഉണ്ടാവണം, ക്രിക്കറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം. ഡിസിഷൻസ് കളിച്ചിരിക്കണമെന്നില്ല. ഈ ലോസ് നന്നായിട്ട് അറിഞ്ഞിരിക്കുക, എഴുതി കഴിഞ്ഞാൽ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല ഒരു ജോബ് തന്നെയാണ്. അതും BCCI പാനലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാമാന്യം നല്ല റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു സാലറിയും കിട്ടും, ഗ്രോത്തും നല്ലതാണ്. സർ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.